വെറുതെയാണോ ഇവിടെ ഈ കറണ്ട് ബില്ല് കൂടുന്നത്? ഫാനും ലൈറ്റും ഫുൾ സമയം അങ്ങ് ഇട്ടിരിക്കുക. ഇവിടെ ഇപ്പൊ ആരുമില്ലേ, എന്നാലും എല്ലാം ഇടണം. ഞാനൊരു ഫോൺ നമ്പർ എടുക്കാനായി ഈ ഡയറി എടുക്കാനായി പോയതാ. അപ്പോഴേക്കും വന്നല്ലോ കുറ്റവുമായി, അല്ലാതെ ഞാനെങ്ങും പോയില്ല. അത് പോട്ടെ, നീ ആ കറണ്ട് ബില്ലടച്ചോ? ഇന്നലെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ ലാസ്റ്റ് ഡേറ്റ് എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് മറന്നുപോയതാ. ഓ, അതിനെന്തു ഇത്ര പാട്? ആ മൊബൈലിലൊന്ന് തോണ്ടിയാ പോരെ? അയ്യോ, കറണ്ട് പോയി. ടാങ്കി വെള്ളം തീർന്ന് ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അരി ഉഴുന്നും എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്തു ചെയ്യും? അത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഒരു ദിവസമെങ്കിലും ദോശയ്ക്ക് അവധി കിട്ടിയല്ലേ, നാളെ വേറെന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ. അയ്യോ, വെള്ളമില്ല, എൻ്റെ കണ്ണിരിക്കുന്ന ഇത്തിരി വെള്ളം കൊണ്ടുത്തായോ. ദോ അവിടെ ഒരെണ്ണം കിടന്ന് വിളിച്ചു പോകുന്ന, അതിനി എന്തുവാണോ എന്തോ. എന്തുവാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന? ഏതാ കൊണ്ട് വരാം. അപ്പുറത്ത് വീട്ടിലെ കറണ്ട് ഉണ്ടോന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. മൊബൈൽ എവിടാ? ഹലോ, അവിടെ കറണ്ട് ഉണ്ടോ? എടാ, അവർക്ക് കറണ്ടുണ്ട്. ആ സരള പറയുവാന്നേ, ഒരാളിവിടെ വന്നേ ഫീസ് ഊരിക്കൊണ്ട് പോകുന്നത് അവള് കണ്ടെന്ന്. അവര് കാണാത്ത കാര്യമൊന്നും ഇല്ലല്ലേ. പിന്നെ ഇവിടുത്തെ മരത്തിന്റെ ഇല എത്ര എണ്ണം ഒരു ദിവസം പൊഴിഞ്ഞ് താഴെ വീണെന്ന് ചോദിച്ചാൽ അവര് കൃത്യമായിട്ട് പറയും. ഇപ്പൊ അവര് കണ്ടതാണോ നിന്റെ കുഴപ്പം? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു ആ ബില്ലങ്ങ് അടക്കേന്ന്. അന്നേരമല്ല എന്തുവാ പറയുന്നേ? ആ മൊബൈലിലോട്ടൊന്ന് തോണ്ടിക്കൊടുത്താ പോരെ. എന്നിട്ട് ഇപ്പൊ തോണ്ടിയതുമില്ല. അവരെവിടാ ഫീസ് ഊരണ്ടേന്നും പറഞ്ഞ് നോക്കി നടക്കുക. അവരതങ്ങ് ഊരിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാലും അവർ ഊരുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും ആ ഫോണൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതും ഇല്ലല്ലോ. അവരുടെ ഒരു വോയിസ് മെസ്സേജ് താണ്ട കിടക്കുന്നത്. എന്തുവാന്ന് നോക്കട്ടെ. പ്രിയ ഉപഭോക്താവേ, താങ്കൾക്ക് നന്ദി. താങ്കളുടെ ബിൽ അടയ്ക്കേണ്ട അവസാന തീയതി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും താങ്കൾ ബിൽ അടച്ചിട്ടില്ല. അതിനാൽ താങ്കളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇപ്പോൾ വിച്ഛേദിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. താങ്കളുടെ ബിൽ എമൗണ്ട് അടയ്ക്കുന്ന മുറയ്ക്ക് താങ്കളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതാണ്. വീണ്ടും ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് വരെ നന്ദി, നമസ്കാരം, ശുഭദിനം. ബില്ലടയ്ക്കാൻ താമസിച്ചാൽ ഒന്ന് ക്ഷമിച്ചൂടെ? എത്ര പ്രാവശ്യം കറണ്ട് പോയാലും നമ്മൾ ക്ഷമിക്കുന്നല്ലോ. നീ ആ ബില്ലടയ്ക്കാഞ്ഞോണ്ട് ആ ബന്ധം പോയി. പണമുണ്ടെങ്കിലേ ബന്ധങ്ങൾ തുടരുകയുള്ളൂ. പണമില്ലെങ്കിൽ ബന്ധങ്ങൾ വിചരിച്ചുകൊണ്ടേയിരിക്കും.